പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഹരണം ഞാൻ നോട്ട്ബുക്ക് ചെക്കിങ് സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം, കൂടുതൽ കുട്ടികൾക്കും ഹരണത്തിൻ്റെ ആ സ്റ്റെപ്പ് അറിയില്ല എന്നുള്ളതാണ്. അപ്പം ഹരണം ഒന്നുകൂടി കാണിച്ചു തരാണ്. എന്നിട്ട് ഞാൻ തരുന്ന വർക്കുകൾ നിങ്ങൾ ചെയ്തു വിടണം. ഹരണം അറിയാത്ത ഒരു കുട്ടിയും 5ാം ക്ലാസ്സിൽ ഉണ്ടാവാൻ പാടില്ല. ഡിവിഷൻ അറിയാത്ത ഒരു കുട്ടിയും ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ചെറിയൊരു 2 കൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ സ്റ്റെപ്പാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എങ്ങനെയാണ് സ്റ്റെപ്പ് വരുന്നത് അതറിയാത്ത കുട്ടികളെ പലരും. അപ്പം ഫസ്റ്റ് ഈ എല്ലാ കൂട്ടല്, കുറയ്ക്കല്, ഗുണിക്കല് ഒക്കെ നമ്മൾ ഒറ്റയുടെ സ്ഥാനത്ത് ഇങ്ങോട്ടാണ് തുടങ്ങുക. എന്നാൽ ഹരണം തുടങ്ങുക ലാസ്റ്റ് നിന്ന് ഇങ്ങോട്ടാണ്. നമ്മളിങ്ങനെ എഴുതി. ഇനി ആദ്യം ഇവിടുന്നാണ് നോക്കുക. 2ൽ എത്ര 2 ഉണ്ട്. ഇനി 2ൽ ഇല്ലെങ്കിൽ അടുത്ത സംഖ്യ കൂടി കൂട്ടാം. 24 നോക്കാം. ഇവിടെ 2ൽ എത്ര 2 ഉണ്ട്. ഫസ്റ്റ് ഇവിടുന്നാണ് നോക്കുക. 2ൽ എത്ര 2 ഉണ്ട്. 1 2 2. 2ൽ ഒരു 2 ഉള്ളു. ആ 1 എവിടെ ഇടണം. 2ൽ ഒരു 2 എന്നുള്ള 1 എവിടെ ഇടണം. ഇവിടെ ഇടണം. ഉത്തരാണ് ഇവിടെ വരുന്നത്. ലാസ്റ്റ് വരാൻ അരിച്ചു കഴിഞ്ഞ് എത്ര ഉണ്ട് നോക്കിയാൽ ശിഷ്ട. അതായത് നമ്മൾ ഈ 2,46,082 എത്ര 2 ഉണ്ട് എന്നാണ് ഇരിക്കുന്നത്. അപ്പം ഈ 2ൽ ഒരു 2 എന്ന് നമ്മൾ ഇവിടെ എഴുതണം. ഈ 1 ഇട്ട് ഒരു 2 എന്ന് ഇവിടെ എഴുതണം. എന്നിട്ട് നമ്മൾ മൈനസ് ചെയ്യാം, കുറയ്ക്കുകയാണ്. ഈ സ്റ്റെപ്പ് കറക്റ്റായിട്ട് എല്ലാവർക്കും അറിയണം. 2ന്ന് 2 കുറച്ചാൽ 0. ഇനി നമ്മൾ ചെയ്ത ഈ 4 താഴോട്ട് ഇറക്കിയത് 4. ഇനി നോക്കട്ടെ 4ൽ എത്ര 2 ഉണ്ട് എന്നാ. 4ൽ എത്ര 2 ഉണ്ട്. 4ൽ എത്ര 2? 1 2 2. 2 2 4. ആ 2 എന്നുള്ള 2 എവിടെ ഇടണം. ഇവിടെ ഇടണം. 2 2 4 ഉണ്ടാവും. നമ്മൾ കുറയ്ക്കുക. 4ന്ന് 4 കുറച്ചാൽ 0. ഈ ഒരു സ്റ്റെപ്പ്. ഇനി അടുത്തത് ഈ 6 എന്ത് ചെയ്യണം. ഈ 6 എവിടെ ഇറക്കിയതാണ്. ഇവിടെയാണ് ഇറക്കിയത്. ഇവിടെ 6 ആണ്. 6 ഇവിടെ ഇറക്കിയത്. 6ൽ എത്ര 2 ഉണ്ട്. 6ൽ എത്ര 2 ഉണ്ട്. 6ൽ എത്ര 1 2 2 2 2 4 3 2 ആണ് 6. 3 2 6. 3 2 6 എന്ന് ഇവിടെ എഴുതണം. 6ന്ന് 6 കുറച്ചാൽ 0 അല്ലേ. ഇനി ഈ 8 എന്ത് ചെയ്യണം. സോറി, ഈ 0 ഇവിടെ ഇറക്കിയതാണ്. ഈ 0 ഇറക്കിയതാണ്. 0 ഇറക്കിയാൽ പോവോ. 0ൽ 2 ഉണ്ടോ. ഇപ്പോൾ ഒരു സംഖ്യ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ അന്ന് തന്ന കണക്കിൽ പലരും തെറ്റിച്ചത്, ഒരു സംഖ്യ ഇവിടുന്ന് താഴോട്ട് ഇറക്കി എഴുതിയാൽ പോല. പിന്നെ അതിന് സംഖ്യ എത്രയെന്ന് അറിയില്ല. 0 ആണ് സംഖ്യ. 0 ഏത് സംഖ്യ ആയാലും ഒരു സംഖ്യ ഇവിടുന്ന് ഇറക്കി എഴുതി ഈ 2ൽ ഇതിൽ പോവില്ലെങ്കിൽ ഉടനെ മേലെ 0 ഇടണം. 0 ഇട്ടതിന് ശേഷം അടുത്ത സംഖ്യ അതേ സ്ഥാനത്ത് ഇറക്കിയത്. അപ്പോൾ ഇവിടെ 8 ആയി. ഇവിടെ ഇനി 1 ആണെന്ന് വെച്ചാൽ 18 ആവും കേട്ടോ. ഇവിടെ ഇറക്കിയൊരു സംഖ്യ 1 ആണെങ്കിൽ 18 ആവും. ഇവിടെ 0 ആയതുകൊണ്ട് ഈ സംഖ്യ ഇറക്കിയത് 8 തന്നെ. അപ്പം 8ൽ എത്ര 2 ഉണ്ട്. 8ൽ എത്ര 2 ഉണ്ട്. 4 2. 4 2 8 കിട്ടി. 0. ഇനി ഈ 2 എന്ത് ചെയ്യണം. ഈ 2 നമ്മൾ ഇറക്കിയതാണ്. 2ൽ എത്ര 2 ഉണ്ട്. 1 2 2. ഇങ്ങനെ വരുന്നത്. ഇപ്പം 2ന്ന് 2 കുറച്ചാൽ 0. ഇനി ഇവിടെ ഒരു 7 എന്നുള്ള സംഖ്യ കൂടി നിൽക്കാം. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം. ഈ 7 എവിടെ ഇറക്കിയതണം. ഇവിടെ ഇറക്കിയതണം. 7ൽ എത്ര 2 ഉണ്ട്. എത്ര 3 2 ആണ് 6. 3 2 ആണ് 6. അപ്പോൾ 3 2 6. 4 2 8. 4 2 ഇല്ല, അവിടെ 7 ഉള്ളൂ. അപ്പോൾ 3 ഇവിടെ ഇട്ടു. 3 2 6. 7ന്ന് 6 കുറച്ചാൽ റിമൈൻഡർ എത്ര 1. അപ്പോൾ 1 ആണ് റിമൈൻഡർ. ഇതിന് പറയാം കോഷ്യന്റ് അഥവാ ഹരണഫലം. കോഷ്യന്റ്. ഇതാണ് ഡിവൈഡർ, ഹരിക്കണ സാധനം, ഹാരകം. ഇത് റിമൈൻഡർ. ശിഷ്ടം, മലയാളത്തിൽ ശിഷ്ടം എന്ന് പറയും. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഹരണത്തിൽ അറിയേണ്ടത്. ഈ വലിയ സംഖ്യകളാണെങ്കിലും ഒക്കെ ഗുണിക്കുമ്പോൾ ഈ സ്റ്റെപ്പ് അറിഞ്ഞാൽ ഏത് ഹരണവും നമുക്ക് ചെയ്യാൻ കഴിയും. എന്നിട്ട് ഈ വീഡിയോ കണ്ട ശേഷം ഞാൻ തരുന്ന 5 വർക്കുകളുണ്ട്. ആ ഹരണം നിങ്ങൾ ചെയ്ത് എത്രയും പെട്ടെന്ന് എനിക്ക് അയച്ചു തരണം.